ഗവർണർക്കെതിരെ SFI ഇന്ന് സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കും. കേരള സർവകലാശാലയിൽ വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ എത്തിയാൽ തടയുമെന്നും SFI അറിയിച്ചു. ഇന്ന് കേരള സർവകലാശാലയിലേക്ക് DYFIയും പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. വിവാദങ്ങൾക്കിടെ വിദേശത്ത് നിന്ന് തിരികെത്തിയ വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ ഇന്ന് സർവകലാശാല ആസ്ഥാനത്ത് എത്തുന്നുണ്ട്. സംഘർഷഭരിതമായ അന്തരീക്ഷമായിരിക്കുമോ ഈ കലാശാല ആസ്ഥാനത്ത് എന്ന് നമുക്ക് കണ്ടറിയേണ്ടി വരും. ഷഫീദ് റാവുത്തർ ചേരുകയാണ് സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിൽ നിന്ന്. ഷഫീദ്, ഗുഡ് മോർണിംഗ്. ഡോക്ടർ മോഹൻ കുന്നുമ്മൽ ഇന്നലെ പരിഹാസത്തോടെ ചോദിച്ചൊരു ചോദ്യമുണ്ട്. സസ്പെൻഷനിൽ നിൽക്കുന്ന ഒരു രജിസ്ട്രാർക്ക് എന്തിനാണ് അവധി എന്ന് അദ്ദേഹം ചോദിച്ചു. ഒരുപക്ഷെ അതും കൂടി കുട്ടികളെ വാശി പിടിപ്പിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് അദ്ദേഹം സർവകലാശാല ആസ്ഥാനത്തെത്തിയാൽ തടയുമെന്ന് തന്നെയാണോ SFIയുടെ കടുത്ത തീരുമാനം? വെരി ഗുഡ് മോർണിംഗ് എസ്കേൻ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരള സർവകലാശാലയിൽ തുടരുന്ന ഭരണപ്രതിസന്ധി രൂക്ഷമാവുകയാണ്. പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല. മാത്രവുമല്ല, അതിൽ രജിസ്ട്രാറുടെ ഈ സസ്പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ തുടങ്ങി. അതിനുശേഷം വൈസ് ചാൻസലർ, ആക്ടിംഗ് വൈസ് ചാൻസലറായിരുന്ന സിസ തോമസിന്റെ തീരുമാനങ്ങളെ അടക്കം ചോദ്യം ചെയ്ത് ഇടത് യുവജന സംഘടനകൾ ഇന്നും അവരുടെ പ്രതിഷേധം ശക്തമാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വിദേശത്ത് നിന്ന് തിരികെ എത്തിയ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ ഇന്ന് സർവകലാശാല ആസ്ഥാനത്തെത്തും. കഴിഞ്ഞ ദിവസം അവധി അപേക്ഷ നൽകിയ രജിസ്ട്രാർ KS അനിൽകുമാറും ഇന്ന് യൂണിവേഴ്സിറ്റിയിൽ എത്തിയേക്കും. സസ്പെൻഷൻ നടപടി പിൻവലിച്ചിട്ടില്ലെന്നും യൂണിവേഴ്സിറ്റിയിലേക്ക് വരാൻ പാടില്ലെന്നും കാണിച്ച് രജിസ്ട്രാർക്ക് വൈസ് ചാൻസലർ കത്ത് നൽകിയിരുന്നു. ഇതിന് പിന്നാലെ അവധി അപേക്ഷ നൽകിയെങ്കിലും മോഹൻ കുന്നുമ്മൽ അപേക്ഷ പരിഗണിക്കാതെ തള്ളിയിരുന്നു. KS അനിൽകുമാർ സർവകലാശാല ആസ്ഥാനത്തെത്തിയാൽ തുടർ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് മുന്നറിയിപ്പ്. മാത്രവുമല്ല, അങ്ങനെ അച്ചടക്ക നടപടി ഉണ്ടായാൽ അത് മറ്റു പ്രതിഷേധങ്ങൾക്കും വഴിവെക്കും. ഏതായാലും മോഹൻ കുന്നുമ്മൽ ഇനി തിരികെ സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തിയാൽ അദ്ദേഹത്തെ തടയുമെന്നാണ് SFI ഉൾപ്പെടെയുള്ള ഇടത് സംഘടനകളുടെ, ഇടത് യുവജന സംഘടനകളുടെ ഇപ്പോഴത്തെ ഒരു മുന്നറിയിപ്പ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഈ മോഹൻ കുന്നുമ്മലിനെ RSS പ്രവർത്തകന്റെ രൂപം തോന്നുന്ന രീതിയിൽ, ഒരു സാദൃശ്യം തോന്നുന്ന രീതിയിൽ ഒരു ചിത്രമൊക്കെ പതിച്ച പോസ്റ്റർ അത് അവർ ഈ സർവകലാശാല ആസ്ഥാനത്തിന് മുൻപിൽ പ്രതിഷേധത്തിന്റെ ഭാഗമായി പ്രദർശിപ്പിച്ചിരുന്നു. ഏതായാലും SFI ഇന്ന് സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കുകയാണ്. കേരളത്തിന്റെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ഗവർണർക്കെതിരെയാണ് പ്രതിഷേധമെന്ന് SFI നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. ഇന്ന് 12 മണിക്ക് DYFIയുടെ മാർച്ചും അതേപോലെ തന്നെ ASFന്റെ മാർച്ചും കേരള സർവകലാശാല ആസ്ഥാനത്തേക്കുണ്ട്. രാജ്ഭവനിലേക്ക് SFIയുടെ മാർച്ചുമുണ്ട്. കഴിഞ്ഞ ദിവസം നടന്നതുപോലെ സംഘർഷ സമാനമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ അത് കേരള സർവകലാശാല ആസ്ഥാനത്ത് ഇന്നും നമുക്ക് പ്രതീക്ഷിക്കാം. താങ്ക് യു. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്.